ഒരു നല്ലൊരു അടിപൊളി ആക്ഷൻ സിനിമയുടെ വരവ് അറിയിക്കുകയാണ് ജൂലൈ 16. അതെ, AK സാജിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു ജോർജിനെ ഒരു നായകനാക്കി വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വരവ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രമാത്രം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ നല്ലൊരു ആക്ഷൻ സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയന്റുള്ള ഒരു സബ്ജക്റ്റ്, ഒരു ഇതിൽ നമുക്കൊരു നടനെ പ്ലേസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനിപ്പോൾ മലയാള സിനിമയിൽ ഞാൻ കണ്ടതിൽ ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. റോഡും മറ്റു പലരോടും എന്തൊരു പകയുള്ള പോലെ. ഹോം സ്റ്റേഷൻ കമ്പിളിപ്പാറ പോലീസ് സ്റ്റേഷൻ. പരോൾ അനുവദിച്ചത് സൂപ്രണ്ട് ഓഫ് പോലീസ് സെൻട്രൽ ജയിൽ കണ്ണൂർ. അവൻ നമുക്കിട്ട് ചെയ്തതൊക്കെ തിരിച്ചു കൊടുക്കാനേ നിന്റെ 10 ദിവസം പരോള് തികയത്തില്ലടാ. കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും ഇപ്പം നമുക്കറിയാം. കുറിഞ്ചുമറിയം ജ്യൂസ്, അതുപോലെ ആന്റണി എന്ന് പറയുന്ന സിനിമകൾക്കൊക്കെ ശേഷം ഇപ്പോൾ അതും മാസ സിനിമകളുടെ ഡയറക്ടറായിട്ടുള്ള ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ വരാമെന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അത് മാത്രമല്ല, കാരണം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 7ഓളം ഫൈറ്റ് മാസ്റ്റേഴ്സാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നത്. അത് തന്നെ വളരെ എന്താ പറയുക, അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ് തരുന്നത്. അതുപോലെ തന്നെ സാം സിയസിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ജോജു ജോർജ് എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ട് ഒന്നും പറയാനില്ല, അമ്മാതിരി പെർഫോമൻസ് ആണ് പുള്ളി അതിൽ കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നത്. അതുപോലെ മുരളിഗോപി ആയാലും അർജുൻ അശോകനായാലും അങ്ങനെ ഒരു വൻ താരനിര തന്നെയാണ് സിനിമയിലുള്ളത്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്ര എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് AK സാജൻ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവരുടെ തന്നെ കൂട്ടുകെട്ടിൽ വന്നേക്കണ ഷാജി കൈലാസ് സാറിൻ്റെയും AK സാജൻ്റെ ഒരു കൂട്ടുകെട്ടിൽ മലയാളത്തിൽ വന്ന സിനിമയാണല്ലോ നമ്മുടെ ചിന്താമണി കൊലക്കേസ്. അപ്പം ആ ഒരു സിനിമയ്ക്ക് ശേഷമൊക്കെ അവർ ഒന്നിക്കുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ അതും വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തരാണ്. കാരണം അതിൽ തന്നെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു നായികസ്ഥാനായിട്ടുള്ള സുരേഷ് ഗോപി സാറിൻ്റെ ലാൽകൃഷ്ണ വിരാടിയാർ എന്ന് പറയുന്നൊരു ക്രിമിനൽ ലോയറിൻ്റെ ഒരു കഥയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നും മലയാളികൾക്ക് ആ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു പവർഫുൾ ഫീല്, പ്രൗഡ് ചെയ്യിപ്പിക്കുന്നൊരു സിനിമ തന്നെയാണ് ചിന്താമണി കൊലക്കേസൊക്കെ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒന്നിക്കുന്ന മറ്റൊരു സിനിമ വരവ്, അതും പ്രത്യേകിച്ച് ജോജു ജോർജിനെ പോലുള്ള ഒരു ആക്ടറിനെ കുറിച്ച് ചെയ്യുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. 5 പേരെ ഐസിയു കിടക്കണേ, ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. റിവെഞ്ച് എടുക്കുന്ന ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമല്ല. നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ചതിച്ചവരുടെ മുഖങ്ങളും എണ്ണ തിട്ടപ്പെടുത്തട്ടെ സാറേ. എന്നാലല്ലേ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും. പേടിച്ചിട്ട് കാര്യമില്ല.